ലോകത്തിന്റെ ഏത് കോണിലായാലും മേഡം ഒന്നിന് ഓരോ മലയാളിയും മുടങ്ങാതെ വിഷു ആഘോഷിക്കും. എന്നാൽ വിഷുവിന്റെ ഐതിഹ്യവും അതിന്റെ പ്രാധാന്യവും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിഷു വസന്തകാലത്തിന്റെ ആരംഭത്തെ പ്രതീകപ്പെടുത്തുന്നു. കേരളത്തിൽ കൊയ്ത്തുത്സവമായും ജ്യോതിഷ പുതുവത്സരമായും വിഷു കണക്കാക്കപ്പെടുന്നുണ്ട്. മേടരാശിയിലേക്കുള്ള സൂര്യന്റെ ചലനത്തെ വിഷു സൂചിപ്പിക്കുന്നു. കൃഷിക്കാർ ഭൂമിയെ ഉഴുതുമറിച്ച് കൃഷിയിൽ നൂറുമേനി വിളയിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതും വിഷുക്കാലത്താണ്. ഇനി നമുക്ക് വിഷുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. സംസ്കൃതത്തിൽ വിഷു എന്നാൽ തുല്യം അല്ലെങ്കിൽ സമം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് വിഷു ദിവസം പകലും രാത്രിയും തുല്യ മണിക്കൂറുകൾ പങ്കിടും എന്നർത്ഥം. വിഷുദിനത്തിൽ കൂടുതൽ ആരാധിക്കപ്പെടുന്നത് കൃഷ്ണനെയാണ്. കണിക്കൊന്നയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം വിഷുദിനത്തിൽ ഒരുക്കുന്ന വിഷുക്കണിയിൽ കാണാൻ കഴിയും. മഞ്ഞപ്പറ്റൊടുത്ത കണ്ണനും മഞ്ഞയുടെ വസന്തമായ കണിക്കൊന്നയും മനോഹാരിത പകരും. അടുത്തതായി വിഷുവിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണൻ ഗരുഡനും സത്യഭാമയും ഒത്ത് ഗരുഡാരൂഢനായി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. നരകാസുരന്റെ നഗരമാണ് പ്രാഗ്ജ്യോതിഷം. അവിടെ ചെന്ന് നഗരത്തിന്റെ ഉപരിതലത്തിൽ കൂടി ചുറ്റിപ്പറന്ന് നഗര സംവിധാനങ്ങളെല്ലാം നേരിൽ കണ്ടു മനസ്സിലാക്കി. അതിനുശേഷം യുദ്ധം ആരംഭിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസുവിഭാസു, നഭസ്വാൻ, അരുണൻ ആദിയായ അസുരശ്രേഷ്ഠന്മാരെയെല്ലാം അവർ നിഗ്രഹിച്ചു. ഒടുവിൽ നരകാസുരൻ തന്നെ പടക്കളത്തിലേക്ക് പുറപ്പെട്ടു. തുടർന്നു നടന്ന അത്യുഗ്രമായ യുദ്ധത്തിൽ നരകാസുരൻ വധിക്കപ്പെട്ടു. ഈ വധം നടക്കുന്നത് വസന്തകാല ആരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടതാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് അയാൾ സൂര്യനെ നേരി ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. രാവണനെ ഇഷ്ടപ്പെടാതിരുന്ന കാലത്ത് വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നു എന്നതാണ് കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചുവാരി കത്തിക്കുന്നത് രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു.